തദ്ദേശ ദിനാഘോഷം 2024 ഇന്ന് കൊട്ടാരക്കരയിൽ തുടക്കമാകും. സംസ്ഥാനമൊട്ടാകെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുമായി 10,000-ഓളം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും 2 ദിവസങ്ങളായി നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമാകും. സമാപന സമ്മേളനം തിങ്കളാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്വയം പര്യാപ്തത ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് തദ്ദേശ ദിനാഘോഷം സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്നത്. ഇന്നും നാളെയുമായി കൊട്ടാരക്കരയിൽ നടക്കുന്ന തദ്ദേശ ദിനാഘോഷത്തിൽ 10,000-ലേറെ തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ പ്രതിനിധികളും പങ്കെടുക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ കൂടിയായ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. 3,500-ഓളം പ്രതിനിധികളും അത് കൂടാതെ ഈ ജില്ലയിൽ നിന്നുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപന അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ധാരാളം ആളുകൾ വരുന്ന ഒരു വലിയ ഉത്സവമായിരിക്കും. ഞായറാഴ്ച രാവിലെ കൊട്ടാരക്കര ജൂബിലി മന്ദിരം മെയിൻ ഹാളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പതാക ഉയർത്തുന്നതോടെയാണ് പരിപാടികൾക്ക് തുടക്കമാവുക. തുടർന്ന് ചേരുന്ന സമ്മേളനം മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ കെ ബി ഗണേഷ് കുമാർ, ജെ ചിഞ്ചുറാണി എന്നിവർ പങ്കെടുക്കും. പരിപാടിയുടെ ഭാഗമായി വിവിധ അക്കാദമിക് സെക്ഷനുകളും ഒരുക്കിയിട്ടുണ്ട്. വിഷയങ്ങളുടെ അവതരണത്തിലും ചർച്ചയിലും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ പ്രമുഖരുമടക്കം പങ്കെടുക്കും. തിങ്കളാഴ്ച രാവിലെ 11:30 പ്രതിനിധി സമ്മേളനവും സമാപന സമ്മേളനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള സ്വരാജ് ട്രോഫിയും തൊഴിലുറപ്പ് പദ്ധതിയിൽ മികവ് പുലർത്തിയതിനുള്ള മഹാത്മാ പുരസ്കാരവും മുഖ്യമന്ത്രി ചടങ്ങിൽ സമ്മാനിക്കും. വിവിധ വകുപ്പ് മന്ത്രിമാരും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, എം പിമാർ, MLA മാരടക്കമുള്ള ജനപ്രതിനിധികളും സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും. തദ്ദേശ ദിനാഘോഷത്തിന്റെ ഭാഗമായി രവിനഗറിൽ കുടുംബശ്രീയുടെ ഭക്ഷ്യമേളയും ഗ്രാമീണ കരകൗശല, കാർഷിക, പരമ്പരാഗത വ്യവസായ ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണനമേളയും ക്രമീകരിച്ചിട്ടുണ്ട്. പ്രശസ്ത കലാകാരന്മാരുടെ കലാപരിപാടികളുമുണ്ട്. അമൃത ന്യൂസ്, കൊല്ലം.